എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. ഇന്ന് വളരെ ചെറിയൊരു ക്ലാസ്സാണ്. നമ്മുടെ പ്രസിഡൻസ് ആൻഡ് ഡിപ്പെൻഡൻസ് എങ്ങനെയാണ് എക്സൽ ഷീറ്റിനകത്ത് മാർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത് രണ്ട് നമ്പേഴ്സിനെ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ എഴുതുന്നതാണ്. രണ്ട് നമ്പേഴ്സ് 25ഉം 50ഉം. ഞാൻ പുതിയൊരു സെല്ലിനകത്തേക്ക് സം ചെയ്യാനുള്ള ഒരു ഫോർമുല എഴുതാൻ പോകുന്നു. ഈക്വൽ ടു സം എന്ന് എഴുതിയിട്ട് ബ്രാക്കറ്റിനകത്ത് എന്താ, ഏത് സെല്ലിലേക്കാണ് നമ്പേഴ്സ് സം ചെയ്യാനുള്ളത് അതുകൂടി നമ്മൾ എഴുതി കൊടുക്കും. ഇതിന് മീനിങ് എന്താണ്? ആദ്യത്തെ സെല്ല് 25 എന്ന് പറയുന്ന നമ്പർ ഇരിക്കുന്ന സെല്ലും 50 എന്ന് പറയുന്ന നമ്പർ ഇരിക്കുന്ന സെല്ലും തമ്മിൽ ആഡ് ചെയ്യുന്നതാണ് ആൻസർ 75 കിട്ടിയിരിക്കുന്നത്. ഇപ്പോൾ ഈ ചെയ്തിരിക്കുന്ന കാര്യം കുറച്ച് കഴിയുമ്പോൾ നമ്മൾ മറന്നു പോകാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയാവുമ്പോൾ ഈ 25 അല്ലെങ്കിൽ ഈ 50 ഏതൊക്കെ സെല്ലുമായിട്ട് കണക്റ്റഡ് ആണ് എന്ന് കണ്ടുപിടിക്കാനുള്ള എളുപ്പവഴിയാണ് പ്രസിഡൻസും ഡിപ്പെൻഡൻസും. പ്രസിഡൻസ് എന്ന് പറഞ്ഞാൽ ആരൊക്കെ ചേർന്നാണ് എൻ്റെ സെല്ലിൻ്റെ വാല്യൂ ഫോം ചെയ്തിരിക്കുന്നത് എന്ന് കണ്ടെത്താനാണ് പ്രസിഡൻസ് ഉപയോഗിക്കുന്നത്. അതിനാദ്യം ചെയ്യേണ്ടത് ഫോർമുല ടാബിനകത്തെ പ്രസിഡൻസ് ഏത് സെല്ലിലാണോ നമുക്ക് പ്രസിഡൻസ് റിലേഷൻ കണ്ടെത്തേണ്ടത് ആ സെല്ലിനെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ട്രേസ് പ്രസിഡൻസ് എന്ന ഓപ്ഷൻ കൊടുക്കുക. ട്രേസ് പ്രസിഡൻസ് കൊടുത്തു കഴിഞ്ഞാൽ ആ സെല്ലുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ഏതൊക്കെ സെല്ലിൻ്റെ സമ്മാണ് അല്ലെങ്കിൽ ആവറേജ് ആണ് എന്നുള്ളത് അത് കാണിച്ചു തരും. ആരോ വെച്ചിട്ടായിരിക്കും റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത്. ഇതിനെയാണ് ട്രേസ് പ്രസിഡൻസ് എന്ന് പറയുന്നത്. ഇനിയുള്ളത് ട്രേസ് ഡിപ്പെൻഡൻസ് ആണ്. ഡിപ്പെൻഡൻസ് എന്ന് പറഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ സെൽ ഏതൊക്കെ സെല്ലിൻ്റെ കാൽക്കുലേഷന് വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് കണ്ടുപിടിക്കാനാണ് ഡിപ്പെൻഡൻസ് എന്ന റിലേഷൻ ഉപയോഗിക്കുന്നത്. വളരെ എളുപ്പത്തിൽ ഉള്ള ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ 25ഉം 50ഉം കൂടി ആഡ് ചെയ്തപ്പോൾ 75 കിട്ടി. ഈ 25 ഞാൻ ഡിലീറ്റ് ചെയ്യാൻ പോവുകയാണ്. ഈ ഡിലീറ്റ് ചെയ്യുന്നതിന് മുമ്പേ എനിക്ക് അറിയണം ഏതൊക്കെ സെല്ലിൽ ഇതിൻ്റെ റെഫറൻസ് പോകുന്നുണ്ട്. 25 ഉപയോഗിച്ചിട്ട് എവിടെയെങ്കിലും കാൽക്കുലേഷൻസ് ചെയ്തിട്ടുണ്ടോ എന്നറിയാനായിട്ട് ട്രേസ് ഡിപ്പെൻഡൻസ് ചെക്ക് ചെയ്താൽ മതി. അതായത് 25 ഏതൊക്കെയായിട്ട് ഡിപ്പെൻഡൻ്റ് ആണ്. പ്രസിഡൻസും ഡിപ്പെൻഡൻസും ഇനി തെറ്റിപ്പോകരുത്. പ്രസിഡൻസ് എന്ന് പറഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ ഏതെങ്കിലും ഒരു എക്സാമ്പിൾ വെച്ച് തന്നെ പഠിക്കുക. 75 എന്ന ആൻസർ കിട്ടാനായിട്ട് ഞാൻ 25ഉം 50ഉം ആഡ് ചെയ്തപ്പോഴാണ് കിട്ടിയത്. അങ്ങനെയാണെങ്കിൽ 75ൻ്റെ പ്രസിഡൻസ് ആരൊക്കെയാണ്? 25ഉം 50ഉം. എന്നാൽ ഡിപ്പെൻഡൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഏതെങ്കിലും ഒരു സെല്ലിൻ്റെ വാല്യൂവിൽ എന്തെങ്കിലും ചേഞ്ച് വരുത്തിയാൽ ബാക്കി ഏതൊക്കെ സെല്ലിനെ അത് അഫക്റ്റ് ചെയ്യും എന്നുള്ളത് കണ്ടുപിടിക്കുന്നതാണ് ഡിപ്പെൻഡൻസ്. ഇതിനകത്തും എക്സാമ്പിൾ വെച്ച് തന്നെ പഠിക്കുക. 25ന് എന്തെങ്കിലും ചേഞ്ചസ് വരുത്തിയാൽ 50ന് എന്തെങ്കിലും ചേഞ്ച് വരുമോ? ഇല്ല. കാരണം 20ഉം 50ഉമായിട്ട് യാതൊരുവിധ റിലേഷനും ഇല്ല. പക്ഷേ 25ന് എന്തെങ്കിലും ചേഞ്ച് വരുത്തി കഴിഞ്ഞാൽ 75ൻ്റെ വാല്യൂ മാറില്ലേ? കാരണം 75 കിട്ടിയത് എങ്ങനെയാണ്? 25ഉം 50ഉം കൂടി ആഡ് ചെയ്തപ്പോഴാണ്. അപ്പോൾ 25ന് വ്യത്യാസം വന്നു കഴിഞ്ഞാൽ അത് 75നെയും ബാധിക്കും. അതുകൊണ്ടാണ് അത് ഡിപ്പെൻഡൻറ്റ് എന്ന് പറയുന്നത്. ഇത്രയേ ഉള്ളൂ പ്രസിഡൻസിലും ഡിപ്പെൻഡൻസിലും പഠിക്കാനായിട്ട്. ഫോർമുല എന്ന ടാബിനകത്താണ് ഇത് രണ്ടും കാണാൻ പറ്റുന്നത്. ഇന്നത്തെ ക്ലാസ് ഇവിടെ പൂർണ്ണമാകുന്നു. ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കാരണം പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്. എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക്